കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, ഞങ്ങളുടെ ബന്ധുപുത്രാദികൾ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ദൈവത്തിൽ കടന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചില നല്ല പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ 8 മാസമായി എൻ്റെ കുഞ്ഞ് ക്യാൻസർ എന്ന രോഗം അവളെ പിടിപെടുവാനിടയായി. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭക്തനായ യോബിൻ്റെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റ് ആഞ്ഞടിച്ചതുപോലെ ഒരിക്കലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ 13 വയസ്സിൽ ഈ ദേശക്കാർക്കൊക്കെ അറിയാം, വളരെ ഉത്സാഹത്തോടെ, വളരെ പ്രത്യാശയോടെ വീട്ടിൽ ഭവന പ്രാർത്ഥന നടന്നാൽ രാവിലെയും വൈകിട്ടും ഞങ്ങളുടെ കുഞ്ഞാ പാട്ടെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മുട്ടിന്മേലിരുന്നവൾ വളരെ നേരം പ്രാർത്ഥിക്കും. രാത്രിയുടെ 3 യാമങ്ങളിൽ മരിക്കുന്നതിന് ചില മാസങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റ് 3 യാമത്തിൽ 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച സമയങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ട്. ഈ 13 വയസ്സിൽ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി സ്നേഹം തന്നു. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ വളരെ വർഷങ്ങളായി ഗൾഫിലാണ്. 1 വർഷത്തിൽ 1 മാസത്തെ അവധി കിട്ടും. കടന്നു വരുമ്പോൾ ചെറിയ നിമിഷങ്ങൾ അവൾ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ തന്നു. ഞാനവിടെ ആയിരിക്കുമ്പോൾ വൈഫും മൂത്ത മോളും വിളിച്ചില്ലെങ്കിലും എൻ്റെ കുഞ്ഞെന്നെ 3 പ്രാവശ്യം ഫോൺ ചെയ്യും. രാവിലെ ചോദിക്കും, പപ്പ എവിടെയാ, എല്ലാം കഴിച്ചോ? സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ഫോൺ എടുത്ത് തന്നെ വിളിക്കും, പപ്പ ഞങ്ങൾക്ക് ഒരു കാര്യമാണ്, ഞങ്ങളുടെ കുടുംബം എത്ര പ്രയാസമോ വേദനയാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിൻ്റെതായ ആ ചിരിപ്പിക്കുന്ന വാക്കുകൾ ഇനി ഞങ്ങൾക്ക് കേൾക്കുവാൻ, വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. 7 മാസം എൻ്റെ കുഞ്ഞ് ഒത്തിരി വേദന അനുഭവിച്ചു. എന്നാൽ വേദനയുടെ നടുവിലും അവളുടെ കൂട്ടുകാരനുഭവിക്കാത്ത വേദന എൻ്റെ കുഞ്ഞ് അനുഭവിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ആമേൻ. ഒരു ദിവസം രാത്രിയിൽ വേദനയോട് ഒരു 10 മണിയായപ്പോൾ കുഞ്ഞ് കട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഞങ്ങളിവിടെ ഹാളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്ക് കട്ടിൽ കിടന്ന് വളരെ വേദനയോടെ കിടക്കുമ്പോൾ അവൾ കിടക്കുന്ന ആ ഭിത്തിയിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതി കാണിക്കുന്നു. യോബ് 42:12. ആമേൻ. വാക്യം കണ്ടിട്ട് ഞങ്ങൾ വൈഫ് ഹാളിലിരിക്കുക. പെട്ടെന്ന് പറഞ്ഞ മമ്മി ഓടി വന്നേ, ഞാനൊരു വാക്യം ഇങ്ങനെ കാണുന്നു. ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു. എടുത്ത് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: യോബിൻ്റെ മുൻകാലത്തേക്കാൾ പിൻകാലം അനുഗ്രഹിക്കപ്പെട്ടുവെന്നുള്ളതായ ആ ഒരു വാക്യം വായിക്കുവാനും ദൈവാത്മാവ് ഈ കഷ്ടതയുടെ നടുവിൽ എൻ്റെ കുഞ്ഞിനോട് ദൈവം ഇടപെടാനിടയായി. പ്രൈസ് ദി ലോർഡ്. 27 ഡിസംബർ 27 രാത്രിയിൽ 10 മണിയായപ്പോൾ അതും ഇതുപോലെ വളരെ വേദനയോടെ കുഞ്ഞ് കിടന്ന് നിലവിളിക്കുക. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കുഞ്ഞ് വേദനയെടുത്തിൻ്റെ താഴെ ഒരു ഡെറി അങ്ങോട്ട് വിരിച്ച് ഞാൻ മുട്ടിന്മേലിരുന്ന് 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വൈഫിനോടും പറഞ്ഞു, മൂത്തമോളോട് പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥിക്കാം, കുഞ്ഞിൻ്റെ വേദന കാണാൻ കഴിയത്തില്ല. ഞാനിത് പറയാൻ വന്നത്, വേദനയുടെ നടുവ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയെന്ന് പറഞ്ഞ പോലെ 10 മണിക്ക് വേദനയെടുത്ത കുഞ്ഞ് 10:15 അനങ്ങാൻ വയ്യാതെ കിടന്ന കുഞ്ഞ് ഞാൻ മുട്ടുമടക്കി സ്തോത്രം പറഞ്ഞു സ്വർഗത്തിലേക്ക് വളരെ ശക്തിയോടെ സ്തോത്രം പറയുമ്പോൾ വയ്യാതെ കിടന്ന എൻ്റെ കുഞ്ഞ് ആ ബെഡിൽ ചാടി എഴുന്നേറ്റ് അവൾ തനിയെ ഇരുന്നു കൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വാക്കുകളാ. ആമേൻ. എൻ്റെ കുഞ്ഞ് പറയുക, വേദനപ്പെട്ടവൾക്ക് വേദനയിൽ നിന്ന് എഴുന്നേറ്റ് പറയുക, എൻ്റെ യേശു അപ്പച്ചൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുക അടുത്ത വാക്കുകൾ, യേശു അപ്പച്ചൻ കാഹളമൂതി. എന്നിട്ട് പറയുക, യേശു അപ്പച്ചൻ എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ അവിടെ നെടുമ്പാട് വീണു ഭയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. വേദനയുടെ നടുവിലും ദൈവശബ്ദം എൻ്റെ കുഞ്ഞിന് കേൾക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും.
ഡോക്ടർമാരെന്നോട് 2 മാസം പറഞ്ഞപ്പോൾ, അസാധ്യമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ, സെപ്റ്റംബർ ഒക്ടോബറിൽ 2 മാസം എന്നോട് പറഞ്ഞു അസാധ്യമാണെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവേ, വൈദ്യശാസ്ത്രമേ അസാധ്യമെന്ന് പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ യേശു അപ്പച്ചൻ അസാധ്യമെന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ഞാൻ എന്നും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. കർത്താവേ, 33 തിരുവയസ്സിൽ ഒഴുക്കിയ ചുടുനിണത്തിൻ്റെ ഒരു തുള്ളി രക്തം എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വീണാൽ എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേൽക്കും വിശ്വാസത്തോടും. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ കുഞ്ഞിന് ശരീരസ്ഥിതി കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി അങ്ങ് അവൾ ക്ഷീണിക്കുവാനിടയായി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, മറ്റുള്ളവരെ കാണിക്കാതെ കുഞ്ഞിനെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇതിൽ കൂടുതൽ ഇനി എന്തോ അസുഖം വരാനാ. അപ്പോൾ ആ രീതിയിലല്ല അവർ പറഞ്ഞ്, ആരെങ്കിലും രോഗികളായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ അത് കടന്നു വന്നാൽ കുഞ്ഞിനെ താങ്ങുവാനുള്ള പവറില്ല. അങ്ങനെ ഞങ്ങൾ ആരെയും കാണിക്കാതെ ആ ഒരു ഇതുകൊണ്ട് കാണിക്കുക. എന്നാൽ കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച സഭയിൽ ശക്തമായ ആരാധന വെളിപ്പെട്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവാത്മാവ് ഓർപ്പിച്ചു ഭവനത്തിലൊരു പ്രാർത്ഥന നടത്തണമെന്ന്. അങ്ങനെ ശനിയാഴ്ച ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുവാനിടയായി. ഞാൻ പറയട്ടെ, അന്ന് എൻ്റെ കുഞ്ഞ് വളരെ സന്തോഷവതിയായി. രാവിലെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് 8 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പാ, ഇന്നെനിക്ക് എൻ്റെ ചർച്ചിലുള്ള കൂട്ടുകാരെ എല്ലാം കാണണം. ഞാൻ പറഞ്ഞ, മോളെ, നിന്നെ കാണിക്കാം. ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെന്ത് പറയുന്നുവോ അവൾക്ക് സന്തോഷം കൊടുക്കണം, പറയുന്ന അനുസരിക്കണം. അങ്ങനെ ആദ്യം പറഞ്ഞു കുഞ്ചിയെ കാണണം. അത് കഴിഞ്ഞ് ചർച്ചിലുള്ള എല്ലാവരും വന്നു, പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാവരും വന്ന് എൻ്റെ കുഞ്ഞിനെ കാണുവാനും അവൾ വളരെ പ്രത്യാശയോടെ സന്തോഷത്തോടെ ആമേൻ സ്തോത്രം എൻ്റെ കുഞ്ഞ് ആമേനായിരിക്കാൻ ദൈവമിടയായി. എന്നാൽ ആ ശനിയാഴ്ച വളരെ പ്രത്യാശയോടെ ഞങ്ങൾ കാണാത്ത വേറൊരു ചിരിക്കുന്ന മുഖം അവളിൽ വെളിപ്പെടുവാനിടയായി. എന്നാൽ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തെ അവൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുവാനിടയായി. ഞാൻ പെട്ടെന്ന് തിരുവനന്തപുരത്ത് മഞ്ജുഷ ഡോക്ടർ വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കുകയും ഒക്കെ ചെയ്ത ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ മാവേലിക്കര ശ്രീ പ്രസാദ് ഡോക്ടറിൻ്റെ ക്യാൻസറിൻ്റെ നോക്കുന്ന ഡോക്ടറുടെ അടുത്ത് കൊണ്ടെല്ലാം പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു, ആൻറ്റിബയോട്ടിക് ഇട്ടു. ചൊവ്വാഴ്ച സ്തോത്രം മിനിഞ്ഞാന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. രാവിലെ ഇവിടെ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നു. രാവിലെ സന്തോഷമായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ തിരിച്ച് ചോറും കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ അവിടെ അടുത്ത് ചെന്ന് 2:15 അവിടെ ദേഹത്തുനിന്ന് പൾസെല്ലാം കുറയുവാനിടയായി. ഒത്തിരി വേദന എൻ്റെ കുഞ്ഞനുഭവിച്ചു. വേദനയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു അപ്പച്ചൻ്റെ മടിയില്ല എൻ്റെ കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കതിൽ പ്രത്യാശയുണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. ഞങ്ങളെ വിട്ട് പോയെന്ന് പറഞ്ഞാലും അവൾ പോയത് വേറൊരിടത്തേക്കല്ല, എൻ്റെ യേശു അപ്പച്ചൻ്റെ മടിയില്ല. ആമേൻ. അത് ഞങ്ങൾക്ക് നല്ല പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ അബ്ദുവിലായിരുന്നപ്പോൾ 2010 അവിടെ കടന്നു ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം, എൻ്റെ ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജേക്കബ് ജോർജ് അവർകൾ 2010 മുതൽ ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ആ മാറവോട് ചേർത്ത് നിർത്തി എന്നൊരു ശുശ്രൂഷകനായി വേർതിരിച്ചു. എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പിതാവായി ഇത്രത്തോളം എനിക്ക് കൈത്താങ്ങൽ തന്ന് ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഞങ്ങൾ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ആമേൻ, എൻ്റെ കുഞ്ഞ് ഈ രോഗിയാകുന്നതിന് മുമ്പ് അവൾ പാട്ടിലൊക്കെ സ്തോത്രം അവളെ കടന്നു ചെന്ന് പാടിയാൽ അവളൊരു ആത്മനിയോഗത്തോടാണ് പാടുന്നത്. ആ പാട്ടുകളൊക്കെ അവൾക്ക് സമ്മാനിക്കുന്നാൽ ഈ ചർച്ചിൽ ചെന്നുള്ള പാട്ട് പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില്ല, നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ